ഹായ്, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞത് കക്ക റോസ്റ്റാണ് കേട്ടോ. നമ്മളിന്ന് പുറത്ത് പോയപ്പോഴേ നല്ല ഫ്രഷായ കക്ക കിട്ടി. അപ്പം അത് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. നമുക്ക് കക്ക റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അതിനാദ്യം തന്നെ ഈ കക്ക നല്ല പോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ട് വെള്ളം ഒഴിക്കാതെ പുഴുങ്ങിയെടുക്കണം. അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ തോടൊക്കെ ഇങ്ങനെ വിട്ട് പോന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ആ ഇറച്ചി കിട്ടാൻ വേണ്ടിയിട്ടാണ്. വെള്ളം ഒഴിക്കാൻ പാടില്ല. വെള്ളം ഒഴിക്കാണ്ട് നല്ല തീയിൽ വെച്ചിട്ട് അത് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ കയറുമ്പോൾ അതിൻ്റെ തൊണ്ട് തന്നെ വിട്ടുപോരും. അപ്പോൾ അതിനകത്തുനിന്ന് അതിൻ്റെ ഇറച്ചി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ആ വേസ്റ്റ് ഞെക്കി കളയണം. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് വയറുവേദന എടുക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ആ വേസ്റ്റ് ഞെക്കി കളഞ്ഞിട്ട് അത് നല്ല വൃത്തിയാക്കി എടുക്കണം. ഞങ്ങളിങ്ങനെ ഇരുന്ന് ഓരോന്നും ഇങ്ങനെ എടുത്ത് പതുക്കെ സമയമൊക്കെ എടുത്ത് ഇങ്ങനെ വെടുപ്പാക്കിയിരിക്കുകയാണ്. ഇങ്ങനെ വെടുപ്പാക്കി കഴിഞ്ഞ് നമുക്കിത് ഇത്രയ്ക്ക് ഇറച്ചി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കക്കയുടെ ഇറച്ചി. ആ തോടിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വേസ്റ്റൊക്കെ കളഞ്ഞ് നമുക്ക് കറി വയ്ക്കാനായിട്ട് ആവശ്യമുള്ള ഇറച്ചി എന്ന് പറയുന്നത് ഇതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കറി വയ്ക്കാനായിട്ട് ആ ഇറച്ചി നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. വീണ്ടും അത് കഴിഞ്ഞ് നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക. നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇത് നല്ല പോലെ ഇഞ്ചിയും പച്ചമുളകും ചതച്ചതും അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാളയും വേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുക്കാം. ഇട്ട് നല്ല പോലെ ഇങ്ങനെ ഒരു ബ്രൗൺ കളറിലാവുമ്പോൾ അതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഇളക്കാം. ഇങ്ങനെ ഇളക്കി തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് തുടങ്ങുമ്പോൾ അതിലേക്ക് ആദ്യം ഇത്തിരി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇത് രണ്ടും ഇട്ട് കൊടുത്തിട്ട് ആ മല്ലി ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ചിലവർക്ക് മല്ലിയുടെ ആ കുത്ത് പിടിക്കില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഇട്ട് കൊടുക്കുക. പക്ഷെ മല്ലിപ്പൊടി ഇട്ടിട്ട് നല്ലതായിരുന്നു. അപ്പം അങ്ങനെ ഇട്ടിട്ട് മല്ലിയുടെ ആ ഒരു പച്ചമണം പോകാനായിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് കഴിയുമ്പോൾ അതിലേക്ക് ഗരം മസാലപ്പൊടി ആവശ്യത്തിന് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ മുളക് പൊടി, അല്പം മുളക് പൊടി, ഇത്തിരി നല്ല കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി പൊടിയും ഇടാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതും കൂടി ഇട്ടിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. ആ മസാലയുടെ പച്ചക്കുത്തൊക്കെ പോകാൻ വേണ്ടിയിട്ടേ നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. അത് കഴിഞ്ഞ് ആ പച്ചമണമൊക്കെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം മസാല മൂപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോകും. മസാല കരിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും കേട്ടോ. അങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് ഈ മസാലകളൊക്കെ നല്ലപോലെ മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ കക്കിറച്ചി കഴുകി വെടുപ്പാക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ കക്കിറച്ചി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യാം. നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് അടച്ച് വെക്കാം. ആ മസാലയൊക്കെ ഒന്ന് അതിലേക്ക് പിടിച്ച് ആവി കയറുമല്ലോ, ആവി ഒന്ന് കയറാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 2 സെക്കൻഡ് അടച്ച് വയ്ക്കാം. അത് കഴിയുമ്പോൾ അത് തുറന്ന് കക്കയ്ക്ക് അത്യാവശ്യം വേവുള്ള സാധനമാണ്. വേവ് കുറഞ്ഞാലും ചിലപ്പോൾ നമുക്ക് വയറിന് പിടിച്ചൊന്നും വരില്ല. നല്ല വയറുവേദനയൊക്കെ വരാൻ സാധ്യതയുള്ള സാധനമാണ് കക്ക. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. നമുക്കറിയാമല്ലോ വേവാൻ ആവശ്യമുള്ള അത്രയും വെള്ളം. ആ വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ഏകദേശം ഒരു 10-15 മിനിറ്റോളൊക്കെ എടുക്കും വേവാനായിട്ട്. അടച്ച് വെച്ച് നല്ല പോലെ വേവിക്കാം. അങ്ങനെ ഇടയ്ക്കൊന്ന് എടുത്ത് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അടപ്പ് തുറന്ന് വെച്ചിട്ട് അപ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ വറ്റി ഇങ്ങനെ വന്നിട്ടുണ്ടാവും. പിന്നെ അങ്ങനെ അതിനെ ഇളക്കി വെള്ളം വറ്റിച്ച് ഒരു റോസ്റ്റ് പോലെ ഒട്ടും വെള്ളമില്ലാത്ത രീതിയിൽ അതിനിങ്ങനെ ഇളക്കി എടുക്കണം. അപ്പോൾ നമുക്ക് നല്ല സ്മെല്ലൊക്കെ വരും. നമുക്ക് മനസ്സിലാവും നമ്മുടെ കക്ക ഏകദേശം കുക്കായിട്ടുണ്ടെന്ന്. അങ്ങനെ ഇളക്കി എടുത്ത് ഈ പരുവത്തിലാക്കണം. ഈ പരുവത്തിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കക്ക ഫ്രൈ, കക്ക റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ തീ ഓഫാക്കിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് അത് മാറ്റാം. അങ്ങനെ പാത്രത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞ് കഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി കക്ക റോസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വേപ്പിലൊക്കെ ഇട്ട് ഒന്നും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി രസം ഉണ്ടാവും, ഒന്നും കൂടി ആ ഫ്ലേവറൊക്കെ കിട്ടും. എല്ലാവർക്കും ഇഷ്ടപ്പെടും കക്ക റോസ്റ്റ്. എല്ലാവരും കഴിക്കാത്തവരുണ്ടെങ്കിൽ കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം
ഒന്ന് പറയാം. താങ്ക് യു.